ഈ കഴിഞ്ഞ ദിവസം കരൂരുണ്ടായിട്ടുള്ള ഒരു സംഭവം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. 40 പേർ മരണപ്പെട്ട അതീവ ഗുരുതരമായിട്ടുള്ള ഒരു സംഭവമായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ മറ്റൊരു വീഡിയോ വിശദമായി ചെയ്തതുകൊണ്ട് ഞാനിപ്പോൾ അതിലേക്കൊന്നും കടക്കുന്നില്ല. ഈ കരൂരുണ്ടായിട്ടുള്ള അപകടത്തിൽ എല്ലാവരും തന്നെ കൃത്യമായിട്ട് നടൻ വിജയിനെ പറയുന്നൊരു കാര്യം, അദ്ദേഹം ഒരു നടനാണ് എന്നുള്ളതാണ്. ഈ നടനാണ്, അതുകൊണ്ട് രാഷ്ട്രീയക്കാരനായിട്ടില്ല, രാഷ്ട്രീയക്കാരൻ്റെ പക്വത വന്നിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത്. ഇത് കേൾക്കുമ്പോൾ നമ്മളാരെങ്കിലും വിചാരിക്കും രാഷ്ട്രീയക്കാരനാകണമെങ്കിൽ എന്തോ സിവിൽ സർവീസ് പരീക്ഷയോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ വല്ല MBBS പരീക്ഷയോ ഒക്കെ എഴുതിയെടുക്കണമെന്ന്. അങ്ങനെയൊന്നും എഴുതിയെടുക്കേണ്ട ആവശ്യമില്ല. വേറെ ജോലികൾ ചെയ്യുന്ന ആളുകൾക്കും രാഷ്ട്രീയക്കാരനാവാം, രാഷ്ട്രീയം പറയാം. അതിനൊന്നും ഈ ഇന്ത്യ മഹാരാജ്യത്ത് ഒരു തടസ്സവുമില്ല. മിക്കവാറും മറ്റൊരു പണിക്കും കൊള്ളാത്ത നിരവധി പേരുമൊക്കെ ഈ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി ഇതിൻ്റെ പുറകെ നടക്കുന്നുണ്ട് എന്നുള്ളത് വാസ്തവമായിട്ടുള്ളൊരു കാര്യമാണ്. ഞാൻ പറയുന്നത് എല്ലാ രാഷ്ട്രീയക്കാരും ഉദ്ദേശിച്ചിട്ടല്ല. പല IAS-കാരും IPS-കാരും അത്തരത്തിൽ പ്രഗത്ഭരായിട്ടുള്ള ഉദ്യോഗസ്ഥരെക്കാളുമൊക്കെ എന്നെ വിസ്മയിപ്പിച്ച കുറേ കൂടി അറിവും വിവരവുമുള്ള നിരവധി രാഷ്ട്രീയക്കാരുണ്ട്. അത് ഞാൻ മറന്നുകൊണ്ടല്ല. ഇത് തന്നെ നമുക്കറിയാം. ഇപ്പോൾ കിറ്റക് സാബുവിൻ്റെ കാര്യത്തിലൊക്കെ തന്നെ സാബു ഒരു ബിസിനസ്സുകാരനാണ്, രാഷ്ട്രീയക്കാരനായിട്ടില്ല എന്ന് പറയുന്ന വിമർശനമൊക്കെ കേൾക്കാം. ഇതേപോലെ നമ്മൾ നിരന്തരമായി ഇപ്പോൾ ഈ അടുത്ത കാലത്ത് കേൾക്കുന്നൊരു വിമർശനമാണ് യൂട്യൂബർ എന്ന് പറയുന്നൊരു വിമർശനം. എന്ന് പറഞ്ഞാൽ യൂട്യൂബർ എന്ന് പറയുന്നത് എന്തെങ്കിലും തരത്തിൽ കുഴപ്പമുള്ള അല്ലെങ്കിൽ മോശം കാര്യമായിട്ട് നമ്മളാരും കണക്കിലെടുക്കുന്നില്ല. പക്ഷേ എങ്കിലും കഴിഞ്ഞ ദിവസം മറുനാടൻ ഷാജൻ്റെ ഒരു വീഡിയോ ഞാൻ കണ്ടു. ആ വീഡിയോയിൽ അദ്ദേഹം പറയുന്നത് KM ഷാജഹാൻ യൂട്യൂബർ, അതുപോലെ മറുനാടൻ ഷാജൻ യൂട്യൂബർക്ക് എന്താ കുഴപ്പം എന്നാണ് ആ വീഡിയോയുടെ തംബ്നെയിലിൽ അദ്ദേഹം പറഞ്ഞേക്കുന്നത്. പക്ഷേ അകത്തേക്ക് പോകുമ്പോൾ അദ്ദേഹം പറയുന്നത് ഈ യൂട്യൂബർമാർ എന്ന് വിളിക്കുന്നത് ഇപ്പോൾ ഏതെങ്കിലും വ്യക്തിപരമായ കണ്ടൻറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ബ്ലോഗ് ചെയ്യുന്ന ആളുകളൊക്കെ യൂട്യൂബർമാർ എന്ന് വിളിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ ന്യൂസ് ചെയ്യുന്ന ആളുകളെ അങ്ങനെ വിളിക്കരുത് യൂട്യൂബർ എന്ന്. അത് യഥാർത്ഥത്തിൽ ഒരു ആക്ഷേപമോ അധിക്ഷേപമോ ആണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതിൽ അദ്ദേഹം പറഞ്ഞു വെക്കുന്നൊരു കാര്യം എന്ന് പറയുന്നത് KM ഷാജഹാൻ കഴിഞ്ഞ ദിവസം അറസ്റ്റിലായി. നമുക്കറിയാം, അദ്ദേഹത്തിന് കോടതി ജാമ്യം അനുവദിച്ചപ്പോൾ അദ്ദേഹത്തെ ഏതാണ്ട് 24 മണിക്കൂറോളം അവർ ബുദ്ധിമുട്ടിച്ചു. അതിന് തൊട്ട് മുമ്പത്തെ ദിവസം ചോദ്യം ചെയ്ത് വിട്ടയച്ചു. അതിന് തൊട്ട് പിറ്റേ ദിവസമാണ് FIR ഇട്ട് ഏതാണ്ട് 3.5 മണിക്കൂർ കൊണ്ട് പിന്നെ അടുത്ത അറസ്റ്റ് രേഖപ്പെടുത്തിയത്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ FIR ഇടുന്നതിന് മുമ്പ് തന്നെ ഇവിടെ യാത്ര പുറപ്പെട്ടിട്ടുണ്ടാവണം പോലീസ് തിരുവനന്തപുരത്തേക്ക്. അപ്പോൾ അതിനുശേഷം അദ്ദേഹത്തിന് ജാമ്യം കിട്ടി. ആ ജാമ്യം കിട്ടിയതിന് ശേഷം യൂട്യൂബർക്ക് ജാമ്യം കിട്ടി എന്ന് പറഞ്ഞ് മലയാളത്തിലെ ചില പത്രങ്ങളിലും അതുപോലെ തന്നെ മിക്ക ചാനലുകളിലുമൊക്കെ വന്നിട്ടുള്ള വാർത്തകൾ എടുത്തു വെച്ചുകൊണ്ടാണ് അദ്ദേഹം യൂട്യൂബർ എന്ന് പറഞ്ഞ് അധിക്ഷേപിക്കുന്നത്. എന്തിനാണ്? യഥാർത്ഥത്തിൽ ഷാജൻ്റെ തന്നെ അനുഭവം പറയുന്നത് ഷാജഹാൻ ഒരു യൂട്യൂബർ അല്ല, അദ്ദേഹം ഒരു പൊതുപ്രവർത്തകനാണ്. അതുപോലെ തന്നെ അദ്ദേഹം VSൻ്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നു. പിന്നെ ഷാജൻ സ്വയം പറയുന്നൊരു കാര്യം എന്ന് പറയുന്നത് അദ്ദേഹത്തിന് കേരള സംസ്ഥാന സർക്കാരിൻ്റെ അവാർഡ് കിട്ടിയതാണ്, ഏതാണ്ട് എല്ലാ മാധ്യമങ്ങളിലും അദ്ദേഹം വർക്ക് ചെയ്തതാണ് എന്നൊക്കെ പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഇതിൻ്റെ പ്രശ്നം എന്താണ്? യഥാർത്ഥത്തിൽ ഇതിൻ്റെ പ്രശ്നമെന്ന് പറയുന്നത് സ്വന്തം കാലിനടിയിലെ മണ്ണൊലിച്ചു പോകുന്നതിൽ ഭയപ്പെടുന്ന നിരവധി സാറ്റലൈറ്റ് മീഡിയകളാണ് ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾക്കും പത്രങ്ങൾക്കും ഒക്കെ വലിയ ആക്കം കൂട്ടുന്നത്. അതിന് കാരണം ഷാജനൊന്നും അറിയേണ്ട കാര്യമില്ല, ഷാജഹാനും ഇതോർത്ത് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. എന്തു തന്നെ വിളിച്ചാലും കുറച്ചുകൂടി ഈ പറയുന്ന പോലെ സമൂഹത്തിൽ ഈ സ്വാധീനമുണ്ടാക്കുന്നതെല്ലാം നല്ല തരത്തിലാണോ എന്നൊക്കെയുള്ള കാര്യത്തിൽ എനിക്ക് എതിരഭിപ്രായങ്ങളുണ്ട് ചില കാര്യങ്ങളിൽ. പക്ഷേ എങ്കിൽ പോലും ഈ സ്വാധീനമുണ്ടാക്കാൻ കഴിയുന്നുണ്ട് എന്നുള്ളത് വാസ്തവമായിട്ടുള്ളൊരു കാര്യമാണ്. അങ്ങനെ സ്വാധീനം ഉണ്ടാക്കാനായിട്ട് ഒരു പുതിയ മീഡിയം ഉപയോഗിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ മാധ്യമ പ്രവർത്തനം നടത്തുന്ന ഇന്ത്യയിലെ തന്നെ ഏറ്റവും വിശ്വാസ്യതയുള്ള നിരവധി ചാനലുകളുണ്ട്. അതൊന്നും യഥാർത്ഥത്തിൽ ഈ പറയുന്ന സാറ്റലൈറ്റ് മീഡിയകളല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. കഴിഞ്ഞ വർഷങ്ങളിൽ തന്നെ കഴിഞ്ഞ 5 കൊല്ലങ്ങൾ കൊണ്ട് ഏതാണ്ട് 400-ലധികം വരുന്ന സാറ്റലൈറ്റ് ചാനലുകളൊക്കെ തന്നെ പൂട്ടിപ്പോയിട്ടുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം, പത്രങ്ങളും മറ്റു മാധ്യമങ്ങളും എല്ലാം ഉൾപ്പെടെ. അപ്പോൾ അത്തരത്തിലൊക്കെ പൂട്ടിപ്പോയിക്കൊണ്ടിരിക്കുന്ന സ്ഥാനത്ത് കൂണുപോലെ ഇത്തരത്തിലുള്ള യൂട്യൂബ് ചാനലുകൾ മുളക്കുകയും പലപ്പോഴും പലരുമൊക്കെ തന്നെ ഒരു ഉത്തരവാദിത്തമില്ലാതെ ആ യൂട്യൂബ് ചാനലുകളിലൂടെ വർത്തമാനം പറയുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ എങ്കിലും നമ്മൾ അതിശയിപ്പിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഇന്ത്യയിലെ ക്രെഡിബിളായിട്ടുള്ള പല പത്രങ്ങളും അല്ലെങ്കിൽ മാധ്യമങ്ങളും, ഇപ്പോൾ ഉദാഹരണത്തിന് പലപ്പോഴും ഒരു റിസർച്ചിന് വേണ്ടി കുറച്ചുകൂടി ആഴത്തിൽ കാര്യങ്ങളെ വിശകലനം ചെയ്യാൻ അതിനെക്കുറിച്ച് പഠിക്കാനൊക്കെ തന്നെ ഉപയോഗപ്പെടുത്തുന്നത് ദ പ്രിൻ്റ് മുതൽ റൈറ്റ് വിങ് ഈ പറയുന്ന ഐഡിയോളജികളുള്ള ദ പ്രിൻ്റ് മുതൽ ദ വയർ വരെയും ക്വിൻറ്റും മിൻറ്റും പോലെയുള്ള നിരവധി ഈ പറയുന്ന പോലെ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളാണ് എന്നുള്ളത് നിങ്ങൾ മറന്നു പോകരുത്. അപ്പോൾ അത്തരത്തിൽ വളരുന്ന വിശ്വാസ്യത അവർക്കുണ്ട് എന്ന് മാത്രമല്ല, യഥാർത്ഥത്തിൽ ഇപ്പോൾ സാറ്റലൈറ്റ് ചാനലുകൾ അഭിമുഖീകരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങളിലൊന്ന് നമുക്കറിയാം. ഇപ്പോൾ രവീഷ് കുമാർ എന്ന് പറയുന്ന ഒരാൾ മറ്റൊരു ചാനലിൽ വളരെ പ്രശസ്തമായിട്ടുള്ളൊരു സാറ്റലൈറ്റ് ചാനലിൽ ജോലി ചെയ്തിരുന്ന ഒരാൾ ഒരു ദിവസം ആ ജോലി ഉപേക്ഷിച്ച് പോവുകയും അദ്ദേഹം സ്വന്തമായിട്ടൊരു യൂട്യൂബ് ചാനൽ തുടങ്ങുകയും ചെയ്തപ്പോൾ അതിനുണ്ടായിട്ടുള്ള വലിയ സ്വീകാര്യത നമ്മൾ കണ്ടതാണ്. ഇദ്ദേഹം മാത്രമല്ല,
ഇപ്പോൾ ആകാശ് ബാനർജി എന്ന് പറയുന്ന ഗവൺമെൻറ്റിനെതിരെ BJPക്കുമെതിരെ നിലപാടെടുക്കുന്ന ഒരാളുടെ യൂട്യൂബ് ചാനലുകൾക്ക് എത്രമാത്രം റീച്ച് ഉണ്ടെന്ന് നമ്മൾ കണ്ടതാണ്. ഇനി ധ്രുവ് റാത്തി എന്ന് പറയുന്ന ഒരാൾ, അദ്ദേഹം യഥാർത്ഥത്തിൽ ഡിക്റ്റേറ്റർഷിപ്പിലേക്ക് നരേന്ദ്രമോദി നീങ്ങുന്നു എന്ന് പറഞ്ഞ് കോൺഗ്രസ് പോലും നടത്താതെയുള്ള പ്രചരണം ഇന്ത്യ മുഴുവൻ നടത്തുന്നത് നമ്മൾ കണ്ടതാണ്. 100 കോടി പേരിലേക്ക് അത് എത്തിക്കാമെന്ന് പറഞ്ഞ് തുടങ്ങിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ സംരംഭം, ആ ഒരു വീഡിയോ പോലും ആദ്യമേ ഏതാണ്ട് 2 വിവിധ പ്ലാറ്റ്ഫോമുകളിലായി ആഴ്ചകൾക്കുള്ളിൽ തന്നെ 7 കോടിയോളം വരുന്ന ആളുകൾ കണ്ടു. അപ്പോൾ ഇത്തരത്തിലുള്ള വലിയ തോതിലുള്ള ക്രെഡിബിലിറ്റിയുള്ള ആളുകൾ വളർന്നു വരികയും പലപ്പോഴും അവർക്കൊക്കെ തന്നെ ഈ സാറ്റലൈറ്റ് ചാനലുകളെക്കാൾ വലിയ സ്വീകാര്യത കിട്ടുകയും ഒക്കെ ചെയ്യുന്നത് കൊണ്ടുള്ള ചില കൊതിക്കറിവുകളിൽ നിന്ന് കൂടിയാണ് ഇത്തരത്തിലുള്ള വിളികൾ വരുന്നത്. ഇത് പറയുമ്പോൾ നമ്മളൊന്നും ദുഃഖിക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം ഇപ്പം മാധ്യമപ്രവർത്തകരെ മാപ്രകൾ എന്ന് രാഷ്ട്രീയക്കാർ വിളിക്കുന്നത് രാഷ്ട്രീയക്കാർക്കെതിരെ അതിരൂക്ഷമായ നിലപാടുകൾ എടുക്കുകയും ഒരു പക്ഷം പിടിക്കാതിരിക്കുകയൊക്കെ ചെയ്യുന്നവർക്ക് പലപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചോളൂ, റീച്ച് പോലും കുറവാണ്. ഇപ്പം ഞാൻ മാധ്യമപ്രവർത്തകരുടെ പേരൊന്നും എടുത്ത് പറയുന്നില്ല. ഇപ്പോൾ സംഘപരിവാറിൻ്റെ പക്ഷം നിൽക്കുന്ന ഒരാൾക്ക് വലിയ റീച്ച് കിട്ടുകയും അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളൊക്കെ തന്നെ ആഘോഷിക്കപ്പെടുകയും ചെയ്യുമ്പോൾ പലപ്പോഴും പക്ഷം പിടിക്കാതിരിക്കുന്ന നിഷ്പക്ഷമായി നിന്ന് നിലപാടുകൾ എടുക്കുന്ന നിരവധി മാധ്യമപ്രവർത്തകരുണ്ട്. ആ മാധ്യമപ്രവർത്തകർക്ക് പലപ്പോഴും എല്ലാ സൈഡുകളിൽ നിന്നും ചീത്ത കേൾക്കേണ്ടി വരികയും അവരെ ഏതെങ്കിലും ആളുകളുടെ ഒരു പക്ഷത്തേക്ക് മാറ്റി നിർത്താൻ വേണ്ടി ശ്രമിക്കുകയും മാപ്രയാണ് എന്ന് വിളിക്കുകയും അവരുടെ ഈ പറയുന്ന പോലെ ഒരു ദിവസം മുഴുവനുള്ള അവരുടെ വിഷ്വൽസിൽ നിന്ന് ഏതെങ്കിലുമൊക്കെ തന്നെ ചുരണ്ടിക്കൊണ്ട് അവരുടെ മുഖം ഈ പറയുന്ന പോലെ ദേഷ്യപ്പെട്ടിരിക്കുന്ന പടങ്ങളൊക്കെ എടുത്തുകൊണ്ട് അപമാനിക്കാനുള്ള ശ്രമമൊക്കെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് അങ്ങനെയൊക്കെ നേരിടുന്ന ആളുകളാണ് ഷാജ ഈ പറയുന്ന പോലെ ബാക്കിയുള്ളവർ യൂട്യൂബേഴ്സ് എന്നൊക്കെ വിളിക്കുന്നത്. പിന്നെ മീഡിയ വണ്ണിലൊക്കെ ഇരുന്നുള്ള ആളുകൾ, അതിപ്പോൾ ഷാജനോടുള്ള കുറച്ചുകൂടിയുള്ള സ്നേഹം കൊണ്ട് അവർ ഹെയ്റ്റ് ട്യൂബർ എന്നാണ് ഷാജനെ വിളിക്കുന്നത് എന്ന് ഷാജൻ മനസ്സിലാക്കണം. അതുകൊണ്ട് യൂട്യൂബർ എന്ന് പറയുന്ന വിളികളൊന്നും കേട്ട് ആരും തന്നെ ഈ പറയുന്ന പോലെ മോശമാണ് എന്ന് വിചാരിക്കേണ്ട കാര്യമില്ല. ഇപ്പം തന്നെ നമുക്കറിയാമല്ലോ, ഇപ്പോൾ ഈ പറയുന്ന ബാബു രാമചന്ദ്രൻ എന്ന് പറയുന്ന വല്ലാത്തൊരു കഥ ഏഷ്യാനെറ്റിൽ എടുത്തുകൊണ്ടിരുന്ന അദ്ദേഹം തന്നെ ഏഷ്യാനെറ്റിലിരുന്നാണ് ഫേമസ് ആയത്. ഏഷ്യാനെറ്റിൽ വലിയ റീച്ച് ഉള്ളത് കൊണ്ടാണ്. പക്ഷെ അതിനുശേഷം അദ്ദേഹം വന്ന് വല്ലാത്തൊരു കഥ തന്നെ സ്വന്തമായിട്ട് തുടങ്ങുകയും ചെയ്തപ്പോൾ വലിയ റീച്ച് ഉണ്ടാവുകയും കൂടുതൽ ആളുകൾ അത് കാണുകയും ചെയ്ത ലെവലിലേക്കാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ 60 ലക്ഷം 65 ലക്ഷത്തിൽ കൂടുതൽ വരിക്കാനുള്ള സബ്സ്ക്രൈബേഴ്സുള്ള ഏഷ്യാനെറ്റ് ചാനലിൽ ഇരുന്ന് ആളുകൾ കണ്ടുകൊണ്ടിരുന്ന അതേ ആളുകൾ തന്നെ ഇപ്പോൾ ബാബു രാമചന്ദ്രൻ്റെയൊക്കെ വീഡിയോകൾ കാണുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ ഒരു ക്വാളിറ്റിയാണ് പ്രശ്നം എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം, ഈ യൂട്യൂബർ വിളി അടുത്ത ഘട്ടമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഘട്ടം നേരത്തെ തുടങ്ങിയൊരു ഘട്ടമുണ്ട്. അതെന്താണെന്നറിയാമോ? ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾക്കൊക്കെ തന്നെ എഡിറ്റർ ഇല്ല എന്നാണ് എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ മിക്ക ആളുകളും, നമ്മുടെ പല സുഹൃത്തുക്കളും, നല്ല ബുദ്ധിയും വിവേകവുമുള്ള ചില ജേർണലിസ്റ്റുകളും ഒക്കെ തന്നെ ഇതിന് എഡിറ്റർ ഇല്ല. അപ്പോൾ എഡിറ്റർ ഇല്ലാത്തത് കൊണ്ട് ഈ എഡിറ്റ് ചെയ്യാതെ വാർത്തകൾ വരുന്നത് വലിയ പ്രശ്നമാണ് എന്നുള്ളതൊക്കെ പറഞ്ഞു. ഞാൻ അപ്പോഴും ചിലരോടൊക്കെ ചോദിച്ചിട്ടുണ്ട്, ഈ എഡിറ്റർ എന്ന് പറയുന്നത് എങ്ങനെയാണ്? വല്ല ചൊവ്വാഗ്രഹത്തിൽ നിന്നോ അല്ലെങ്കിൽ ബുധനിൽ നിന്നോ പ്ലൂട്ടോണിൽ നിന്നോ വ്യാഴത്തിൽ നിന്നൊക്കെ വരുന്ന ആളുകളാണോ? അല്ല, അവരുമൊക്കെ സാധാരണ മനുഷ്യരാണ്. അപ്പോൾ ആ സാധാരണ മനുഷ്യരെ പോലെ അവരുടെ ക്വാളിറ്റിയുള്ള ആളുകൾ വീഡിയോ ചെയ്യാൻ തുടങ്ങിയാൽ ആ വീഡിയോകൾക്ക് തീർച്ചയായിട്ടും അവർ തന്നെ എഡിറ്റ് ചെയ്ത് അവർക്ക് കേൾക്കാവുന്ന വളരെ ഡീപ്പ് ആൻഡ് ഡീറ്റെയിൽ ആയിട്ടുള്ള കണ്ടൻറ്റുകൾ മാത്രമേ പുറത്തേക്ക് വിടൂ. പിന്നെ എനിക്കിവിടുത്തെ പ്രധാനപ്പെട്ട സാറ്റലൈറ്റ് ചാനലുകളോടും പത്രങ്ങളോടും മാധ്യമങ്ങളോടും ഒക്കെ പറയാനുള്ളത്, സ്വന്തം ഈ പറയുന്ന പോലെ കാൽ ചുവട്ടിലെ മണ്ണ് ഒലിച്ചു പോകുന്നത് കൊണ്ട് ആരെങ്കിലുമൊക്കെ ഇരുന്ന് ഷാജനെയോ അല്ലെങ്കിൽ ഇനിയിപ്പോൾ എന്നെ തന്നെയോ ഒക്കെ ഇരുന്ന് യൂട്യൂബർ എന്നോ മാധ്യമപ്രവർത്തകനല്ല എന്നൊക്കെ നിങ്ങൾ പറഞ്ഞാലൊന്നും യാതൊരു പ്രശ്നമില്ല. പക്ഷേ ആകെയുള്ള കുഴപ്പം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഒരൊറ്റ കാര്യം മനസ്സിലാക്കണം. നിങ്ങളുടെ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ ഈ പറയുന്ന ഇൻഡിപെൻഡൻ്റായ ഇൻഡിവിജ്വലായിട്ടുള്ള ആളുകൾ ഇരുന്നു കൊണ്ട് ഡീപ്പ് ആൻഡ് ഡീറ്റെയിൽഡ് ആയിട്ട് റിസർച്ച് ചെയ്തെടുക്കുന്ന മെറ്റീരിയൽ പോലെയുള്ള മെറ്റീരിയൽ നിങ്ങൾ ഉണ്ടാക്കി നിങ്ങളുടെ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾക്ക് കുറച്ചുകൂടി വിശ്വാസ്യത ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചില്ലെങ്കിൽ നിങ്ങൾ വലിയ അപകടത്തിലാണ്. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. ഇപ്പോൾ ഇതിൽ ഏഷ്യാനെറ്റ് ഒറ്റ യൂട്യൂബ് ചാനലാണുള്ളത്, അതുപോലെ റിപ്പോർട്ടർ ചാനലിൽ അങ്ങനെയാണ്. അത് പോരാ, നിങ്ങൾ കുറച്ചുകൂടി ഇൻഡെപ്ത് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാൻ, ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറയാൻ നിങ്ങൾ നിരവധി മറ്റ് ചാനലുകൾ കൂടി തുടങ്ങണം. ഇപ്പം മനോരമ തന്നെ എന്താണ് ചെയ്തുകൊണ്ടിരുന്നത്? അവർക്ക് ബാലരമ ഉണ്ടായിരുന്നു, അവർക്ക് മനോരമ വീക്കിലി ഉണ്ടായിരുന്നു, അതേസമയം വനിത ഉണ്ടായിരുന്നു. വനിതയൊക്കെ പ്രിൻ്റ് ചെയ്ത് നോക്കുമ്പോഴേ ലാഭമായിരുന്നു. പക്ഷെ അവർക്ക് അതേസമയം ഭാഷാഭൂഷണി ഉണ്ടായിരുന്നു എന്ന് നിങ്ങൾ മറക്കരുത്. മാതൃഭൂമിക്കും അതുപോലെ തന്നെ ഗൃഹലക്ഷ്മി ഉണ്ടായിരുന്നു, ഈ പറഞ്ഞ പോലെ മറ്റേ സിനിമാ മാസിക ഉണ്ടായിരുന്നു. പക്ഷേ അതേസമയം മാതൃഭൂമി പത്രം ഉണ്ടായിരുന്നു, അതേപോലെ തന്നെ മാതൃഭൂമി ആഴ്ചപ്പതിപ്പുണ്ട്. ഇത്തരത്തിൽ ഇന്ത്യൻ എക്സ്പ്രസ്സിന് സമകാലിക മലയാളം ഉണ്ടായിരുന്നു. ഇങ്ങനെ നിരവധി പല സെഗ്മെൻറ്റുകളിലേക്ക് നിങ്ങൾ തിരിയേണ്ടതാണ്. അത് തിരിഞ്ഞില്ലെങ്കിൽ ഇത്തരത്തിലുള്ള സ്ഥലങ്ങളിലേക്ക് ആളുകൾ വന്ന് കയറും. പക്ഷേ ഇവിടെയും നിങ്ങൾക്കൊരു വലിയ പ്രശ്നമുണ്ട്. കാരണം
ഈ യൂട്യൂബ് ചാനലുകൾ തുടങ്ങാനായിട്ട് വലിയ കാശൊന്നും വേണ്ടാത്തതുകൊണ്ട് സ്വാഭാവികമായിട്ടും നിങ്ങളുടെ കീഴിൽ നിങ്ങളുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് ചിലപ്പോൾ ഒരു നിശ്ചയ ശമ്പളത്തിൽ വരുമാനം കിട്ടി ജോലി ചെയ്യുന്നതിനേക്കാൾ നല്ലത് മിടുക്കന്മാരായിട്ടുള്ള ആളുകളൊക്കെ തന്നെ പുറത്തേക്ക് ഇറങ്ങുകയും ഒറ്റയ്ക്ക് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള യൂട്യൂബ് ചാനലുകൾ തുടങ്ങാമെന്ന് വിചാരിക്കുകയും ചെയ്യും. ഒന്ന്. രണ്ടാമത്തേത്, ഈ യൂട്യൂബ് ചാനലുകളുടെ നിലവാരമില്ലാത്തതിനുള്ള വലിയ പ്രശ്നം, ചാനലുകൾ മനസ്സിലാക്കാത്തൊരു കാര്യം എന്ന് പറയുന്നത് അത്രത്തോളം ഹാർഡ് വർക്ക് വേണ്ട ഒരു കാര്യമാണിത്. അപ്പം ഞാനൊക്കെ തന്നെ സപ്പോർട്ടിന് വേണ്ടി അല്ലെങ്കിൽ കുറച്ചും കൂടി ഇതായിട്ട് നമ്മുടെ കൂടെ നിൽക്കാൻ വേണ്ടി പലരെയും എടുക്കാമെന്നൊക്കെ ആലോചിക്കുമ്പോൾ പോലും നല്ല ആളുകളെ കിട്ടണമെങ്കിൽ യഥാർത്ഥത്തിൽ സാറ്റലൈറ്റ് ചാനലുകളിൽ കിട്ടുന്ന ശമ്പളത്തേക്കാൾ കൂടുതൽ കൊടുത്തുകൊണ്ട് മാത്രമേ ഒരു യൂട്യൂബ് ചാനലിന് അത്തരത്തിലുള്ള മികച്ച ആളുകളെ നിലനിർത്താൻ കഴിയൂ. കാരണം എന്തുകൊണ്ടാണ്? ആ സാറ്റലൈറ്റ് ചാനലുകൾ പോലെയുള്ള 10ഓളം വരുന്ന സാറ്റലൈറ്റ് ചാനലുകൾ ഒരു ദിവസം ഇറക്കുന്ന 100 കണക്കിന് അല്ലെങ്കിൽ 1000കണക്കിന് വീഡിയോകളുമായി കോമ്പീറ്റ് ചെയ്യാൻ കഴിയുന്ന അവരെക്കാൾ മെച്ചപ്പെട്ട കണ്ടന്റും മെറ്റീരിയലും നമ്മൾ ഇറക്കണമെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങൾ അറിയേണ്ടത് അത്രയും, അതായത് സാറ്റലൈറ്റ് ചാനലുകളിൽ നിൽക്കുന്നതിനേക്കാൾ 10 ഇരട്ടി മിടുക്കന്മാരാണെങ്കിലേ പലപ്പോഴും ഇവിടെ നിന്ന് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് ജീവിച്ചു പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ പറ്റണമെങ്കിൽ ഈ ക്വാളിറ്റി വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ ക്വാളിറ്റി ഇല്ലായ്മയുടെയും ഇവരുടെ കാൽക്കീഴിലെ മണ്ണ് ഒലിച്ചു പോകുന്നതിൻ്റെയും വ്യൂവർഷിപ്പ് മറ്റുള്ള ആളുകൾക്ക് കിട്ടുന്നതിൻ്റെയും ഒക്കെ ഈ പറഞ്ഞ പോലെ പ്രശ്നത്തിൽ ഒരു കാരണവശാലും നിങ്ങൾ ഇന്ന് യൂട്യൂബേഴ്സ് എന്ന് വിളിക്കുകയോ അതിന് എഡിറ്റർ ഇല്ലെന്ന് പറയുകയോ ഒക്കെ ചെയ്തിട്ട് കാര്യമില്ല. സ്വയം എഡിറ്റർ ആവാൻ കഴിയുന്ന മികച്ച ചാനലുകൾ ഇവിടെയുള്ള എല്ലാ മാധ്യമ പ്രവർത്തകരും ഒന്നിടപെടാതെ കാണുന്നുണ്ടെന്നും ആ കാണുന്ന ആളുകൾക്ക് വലിയ തോതിലുള്ള ഈ പറഞ്ഞ പോലെ നോളജ് അപ്ഡേഷന് വേണ്ടി അവരൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഇത്തരത്തിലുള്ള ചാനലുകളാണെന്ന് നമുക്ക് കാണാം. ഞാൻ നിങ്ങളോട് ഒരു കാര്യം ചോദിക്കട്ടെ, എത്ര നമ്മുടെ സാറ്റലൈറ്റ് ചാനലുകളും എത്ര പത്രങ്ങളുമാണ് ഇലക്ട്രൽ ബോണ്ടിൻ്റെ ഡീറ്റെയിൽസ് പുറത്തേക്ക് വിട്ടത്? ഇലക്ട്രൽ ബോണ്ടിൻ്റെ ഡീറ്റെയിൽസ് കമ്പയർ ചെയ്ത് പുറത്തേക്ക് വിട്ടത് ആരാണ്? എത്ര ഈ പറഞ്ഞ എക്സ്പ്ലോസീവ് ആയിട്ടുള്ള ഇൻക്വിസിറ്റീവ് ആയിട്ടുള്ള അന്വേഷണാത്മക പത്രപ്രവർത്തന റിപ്പോർട്ടുകൾ നിങ്ങൾ ഇതുവരെ വിട്ടിട്ടുണ്ട്? അപ്പോൾ അതുകൊണ്ട് ഇതിൽ ഇപ്പം ഈ പറയുന്ന പോലെ യൂട്യൂബേഴ്സ് എന്ന് വിളിക്കുന്ന യൂട്യൂബേഴ്സിനേക്കാൾ നിലവാരം കുറഞ്ഞ പല ആളുകളും യഥാർത്ഥത്തിൽ ഈ പറയുന്ന പോലെ ആ പ്രോംപ്റ്ററിൽ വരുന്ന വാർത്തകൾ ജസ്റ്റ് വായിക്കുകയും വെറുതെ വാചകമടിക്കുകയും ചെയ്തുകൊണ്ട് മാത്രമായി ജേർണലിസവും മാധ്യമപ്രവർത്തനവും ഒക്കെ നടത്തുന്ന നിരവധി പേരുണ്ട്. എനിക്കതിനകത്ത് ബഹുമാനമുള്ള ആദരവുള്ള നിരവധി ആളുകളുണ്ട്. പക്ഷെ അങ്ങനെയൊന്നും അല്ലാതെയും മാധ്യമപ്രവർത്തനം നടത്തുകയും ഏതെങ്കിലും ഒരു കക്ഷിയുടെ ഭാഗമായി നിന്നുകൊണ്ട് ആ കക്ഷിയുടെ ആളായി മാത്രം നിന്നുകൊണ്ടുള്ള റീച്ച് കിട്ടുകയും കയ്യടി കിട്ടുകയും അതിനു വേണ്ടിയിട്ട് അവർക്ക് വേണ്ടി വിവരക്കേടുകൾ പറയുകയൊക്കെ ചെയ്ത നിരവധി ആളുകളും കൂടിയുണ്ട്. അങ്ങനെ ഉള്ളപ്പോൾ മഹാഭൂരിപക്ഷം വരുന്ന ഒരു ഇൻ്റലക്ച്വൽ ക്രൗഡ് നിങ്ങൾ ഉപേക്ഷിക്കുകയും പകരം നേരത്തെ പറഞ്ഞ പോലെ കരൺ താപ്പറിൻ്റെ ഇൻ്റർവ്യൂ കേൾക്കുകയും ഈ പറയുന്ന മറ്റു പല ചാനലുകളെയും ഡിപ്പെൻഡ് ചെയ്യുകയും ധ്രുവറാത്തിയെ പോലെയുള്ള ആളുകളിലേക്കുള്ള വ്യൂവർഷിപ്പ് പോവുകയും ചെയ്യുന്നതിലുള്ള കൊതിക്കെറിവ് കൊണ്ട് ഇത്തരത്തിലുള്ള വിളികൾ കൊണ്ടൊന്നും കാര്യമില്ല. എനിക്ക് ഷാജനോട് പറയാനുള്ളത് ക്വാളിറ്റി മെച്ചപ്പെടുത്തുക, കണ്ടൻറ്റിൽ കുറച്ചുകൂടി നിലവാരം പുലർത്തുക. അത് ഈ പറഞ്ഞ പോലെ KM ഷാജഹാനെ പോലെയുള്ള ആളുകളുമൊക്കെ ചെയ്യുമ്പോൾ അവർക്ക് പറ്റിയുള്ള തെറ്റുകൾ നമ്മൾ തന്നെ അനലൈസ് ചെയ്യുക, തിരുത്തുക എന്നുള്ളതിനും അപ്പുറത്തേക്ക് ഇതൊന്നും കേട്ട് വിഷമിക്കേണ്ട ഒരു കാര്യവും ഇല്ല.